ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റേഷസ് കോർണർ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ചൂട് ചോറിനോടൊപ്പം കഴിക്കാൻ നല്ലൊരു അടിപൊളി സൈഡ് ഡിഷ് റെസിപ്പി ആയിട്ടാണ്. അതിനോടൊപ്പം തന്നെ തേങ്ങ ചുട്ടെടുത്ത് അരച്ചെടുത്ത നല്ലൊരു അടിപൊളി ഈസി ആയിട്ടുള്ളൊരു ചമ്മന്തി റെസിപ്പിയും കൂടിയുണ്ട്. പെട്ടെന്ന് തന്നെ ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോകാം. ഞാനിവിടെ 2 പൊട്ടാറ്റോയാണ് എടുത്തിരിക്കുന്നത്. ഒരു ഉള്ളി നല്ലപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും 4 വഴുതനങ്ങയാണ് 1 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ടൊമാറ്റോ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. പിന്നീട് വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ കടുക്, 1/2 ടേബിൾ സ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ വീതം മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മേത്തി ലീവ്സും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുക്കാം. ചൂടായതിനു ശേഷം അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷമാണ് ജീരകം ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഫ്രൈ ആയതിനു ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഉള്ളി നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഒരു ട്രാൻസ്പെറൻ്റ് ആയാലും മതി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് അതിൻ്റെ ആ ഒരു പച്ച മണം പോകുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിലിട്ടിരിക്കുന്ന പൊടികളൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വഴുതനങ്ങ ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് പൊട്ടാറ്റോ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വഴുതനങ്ങ നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊട്ടാറ്റോ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനു മുന്നേ എൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഒതുക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ ഇട്ടിരിക്കുന്ന വഴുതനങ്ങയും പൊട്ടാറ്റോയും നല്ലപോലെ വാടിയതിന് ശേഷമാണ് ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് ലിഡ് ക്ലോസ് ചെയ്ത് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇടയ്ക്ക് ഓപ്പൺ ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങയും പൊട്ടാറ്റോ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ കട്ട് ചെയ്ത ടൊമാറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനം ഇതിലേക്ക് ഇടുന്നത് മേത്തി ലീവ്സ് ആണ്. മേത്തി ലീവ്സ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഉലുവ ചീര ഉണക്കിയെടുത്തതാണിത്. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ റെസിപ്പി ചൂട് ചോറിനോടൊപ്പം കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷ് റെസിപ്പിയാണിത്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് റെസിപ്പി നമ്മുടെ തേങ്ങ ചമ്മന്തിയാണ്. വെറും തേങ്ങ ചമ്മന്തിയല്ല, ചുട്ടെടുത്ത് അരച്ചെടുത്ത ഒരു തേങ്ങ ചമ്മന്തിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതുപോലെയാണ് തേങ്ങ ചുട്ടെടുത്തിരിക്കുന്നത്. ഇതുപോലെ ഗ്യാസ് സ്റ്റൗവിൽ ചുട്ടെടുക്കുമ്പോൾ നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാകും, ഹെൽത്തിന് എഫക്റ്റ് ഉണ്ടാകും. സൂക്ഷിക്കണം. വിറകടുപ്പാണെങ്കിൽ ബെസ്റ്റാണ്. സിറ്റിയിൽ നമുക്ക് ഇതുപോലെ പറ്റൂ. അതുകൊണ്ട് ഗ്യാസ് അടുപ്പിൽ ഞാൻ ഇതുപോലെ തേങ്ങ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. പൂളായി ഞാനിവിടെ കട്ട് ചെയ്ത് അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം. മിക്സി ജാറിലേക്കിട്ട് അരച്ചെടുക്കേണ്ടതാണ്. എങ്കിലും കൂടി ബ്ലേഡിൻ്റെ വശത്തോ സൈഡിലോ പെട്ടു പോയാലോ എന്ന് വിചാരിച്ചാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്ത തേങ്ങ കൊത്തുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 10 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒട്ടും എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡറാണ്, മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കാം, അപ്പോൾ നല്ല കളറായിരിക്കും. അതിനോടൊപ്പം ആവശ്യത്തിന് ഉപ്പും 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ വെള്ളം ആഡ് ചെയ്യുന്നില്ല, ഇതുപോലെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. നമ്മൾ തേങ്ങ ചുട്ടെടുത്തത് കൊണ്ട് ഈ ഒരു ചമ്മന്തിൻ്റെ രുചി അപാരം തന്നെയാണ്. അതുപോലെ ഇതിൻ്റെ ഫ്ലേവറും അടിപൊളിയാണ്. നിങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് റെസിപ്പി തേങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ 2 റെസിപ്പിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.